ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഈസി മുരിങ്ങയിലക്കറി റെസിപ്പി നോക്കിയാലോ. ഉണ്ടാക്കാനും എളുപ്പമാണ്. അതേപോലെ തന്നെ നമുക്ക് നേരില്ലാത്ത ദിവസങ്ങളിൽ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത് കറി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ തുവരപ്പരിപ്പ്. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക, കുക്കറിൽ വേവിച്ചെടുക്കുക. അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ കഴുകി എടുത്തിട്ട് ഇതിൽ വേവിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറേ അധികം മുരിങ്ങയില ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ അധികം മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയിലയുടെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മുടിക്കായാലും കണ്ണിനായാലും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മുരിങ്ങയില. അതിനുശേഷം ഞാൻ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങയാണ് കേട്ടോ അരയ്ക്കുന്നത്. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സിലേക്ക് മെയിനായിട്ട് തേങ്ങ ഉണ്ട്, നല്ല ജീരകം, ചെറിയുള്ളി, പച്ചമുളക്, മുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് തേങ്ങ അരയ്ക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും ചേർത്തിട്ടാണല്ലോ വേവിക്കുന്നത് നമ്മുടെ പരിപ്പും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അധികം എടുത്തിട്ടില്ല. അത് എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു ചട്ടി എടുത്തു. ചട്ടി ചൂടായി വന്നപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് വറവിട്ടു. അതിനുശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ടു, നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. പിന്നീട് അതിലേക്ക് സവാള ഇട്ടു കേട്ടോ. സവാള ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴന്നു വരുന്നത് വരെ നമ്മൾ സവാള ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കഴുകി വാർത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില അതിലേക്ക് കൊട്ടി കൊടുത്തു. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുരിങ്ങയില പെട്ടെന്ന് വേവുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2-3 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. അതിനുശേഷം നമ്മൾ ജാറിൽ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സില്ലേ, അത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ച് കഴിയുമ്പോൾ നല്ല കുറുകിയിട്ടുള്ള കറിയായിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വെള്ളം എങ്ങനെയാണോ അളവ് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയിലക്കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. നന്നായിട്ടില്ലേ, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഈസി ടേസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് ഉണക്കൽ കുറച്ചെടുത്ത് വറുത്തു കേട്ടോ. മുരിങ്ങയിലക്കറിയും ഉണക്കൽ വറുത്തതും ഭയങ്കര സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം ഞാൻ അമ്മ ഉണ്ടാക്കിയ കുറച്ച് ഉലുവക്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. ഉലുവക്കഞ്ഞിന്നോ ഉലുവയുടെ പായസമെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും എത്രത്തോളം യൂസ് ചെയ്യാൻ കഴിക്കാൻ പറ്റും പാടും എന്നുള്ളത് ഒക്കെ നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കഴിക്കുക കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കാണെങ്കിലും കഴിക്കാം. ഉലുവക്കഞ്ഞിയുടെ അല്ലെങ്കിൽ പായസത്തിൻ്റെ റെസിപ്പി വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ റെസിപ്പിയായിട്ട് അടുത്ത തവണ വരുന്നതായിരിക്കും. അതിനുശേഷം ഞാനൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ സൺഫ്ലവർ സീഡ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൺഫ്ലവർ സീഡ്സൊക്കെ നല്ലതാണല്ലോ. നമ്മുടെ ഈ ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററായിരുന്നു. ഇതിൻ്റെ കൂടെ അമ്മ സൈഡിൽ കൂർക്ക നന്നാക്കുന്നുണ്ട് കേട്ടോ. കൂർക്ക ഉപ്പേരി വയ്ക്കാം എന്ന് വിചാരിച്ചു കൂർക്ക നന്നാക്കുന്നുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് കറിപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കി. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ടവരും പ്ലീസ് ടു കമൻറ്റ് ബിലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.